സോ എന്താണ് സെക്കൻഡ് കാറിന്റെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? SSD2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് VT. നമ്മുടെ ഇക്വേഷൻ എന്താണ്? VT പ്ലസ് V² ഡിവൈഡഡ് ബൈ 2GF ആണ്. സോ ഇവിടെ വിയുടെ വാല്യൂ എത്രയാണ്? സെക്കൻഡ് കാറിന്റെ വിയുടെ വാല്യൂ ദാറ്റ് ഈസ് V2 എന്ന് പറയുന്നത് എത്രയാണ്? 16.67 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 16. So SSD for the second, SSD so stopping side distance for the second എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16.67 into അവിടെ V into T എന്നാണ്. ദാറ്റ് ഈസ് V Tയുടെ വാല്യൂ എത്രയാണ്? 2.5. ഓക്കെ, 2.5 സെക്കൻഡ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 പ്ലസ് V² വാല്യൂ ദാറ്റ് ഈസ് 16.67 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 9.81. ജിയുടെ വാല്യൂ 9.81. So 2 into 2GF എന്നാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 2GF ദാറ്റ് ഈസ് 2 into 9.81 into എഫിന്റെ വാല്യൂ എത്രയാണ്? 0.35. ഓക്കെ, സോ അതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 82.2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ 153.6 മീറ്റർ എന്ന് കിട്ടി. സോ ഇവിടെ കിട്ടുന്ന എത്രയാണ്? 82.2 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ദെൻ സൈഡ് ഡിസ്റ്റൻസ് ടു അവോയ്ഡ് ഹെഡ് ഓൺ കൊളീഷൻ ഓഫ് ദ ടു അപ്രോച്ചിങ് കാർസ് ദാറ്റ് ഈസ് stopping side distance that is SD side distance that is SD1 plus SD2 that is equal to ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ ദ ഫസ്റ്റ് വെഹിക്കിൾ ദാറ്റ് ഈസ് 153.6 പ്ലസ് 82.2 ദാറ്റ് ഈസ് ദ സെക്കൻഡ് വെഹിക്കിളിന്റെ സൈഡ് ഡിസ്റ്റൻസ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 235.8 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ 235.8 മീറ്റർ എന്ന് കിട്ടും total distance that is side distance to avoid the head on collision of the two approaching cars ന്റെ ഡിസ്റ്റൻസ് കിട്ടുന്നത് എത്രയാണ്? SD1 plus SD2. സോ SD1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കാറിന്റെ സൈഡ് ഡിസ്റ്റൻസ്. സെക്കൻഡ് കാറിന്റെ സൈഡ് ഡിസ്റ്റൻസ് ആണ് SD2. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈഡ് ഡിസ്റ്റൻസ് ടു അവോയ്ഡ് ദ ഹെഡ് ഓൺ കൊളീഷൻ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓൺ എ ഹൈവേ at a descending gradient of 2% for a design speed of 80 km per hour. Then assume the other data as per IS recommendations. Okay, so എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? That is calculate the stopping side distance. That is നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് SSD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓൺ എ ഹൈവേ അറ്റ് എ ഡിസെൻഡിങ് ഗ്രേഡിയന്റ്. ഓക്കെ, ഇവിടെ ഗ്രേഡിയന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? അസെൻഡിങ് ഗ്രേഡിയന്റ് ആണോ ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അസെൻഡിങ് ഗ്രേഡിയന്റ് ആണെങ്കിൽ പോസിറ്റീവ് സൈൻ യൂസ് ചെയ്യണം. സോ ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നെഗറ്റീവ് ഗ്രേഡിയന്റ് യൂസ് ചെയ്യണം. സോ എന്നിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നതാണ് -n%, ദാറ്റ് ഈസ് -2% ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫോർ എ ഡിസൈൻ സ്പീഡ് വിയുടെ വാല്യൂ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? V is equal to 80 km/h ആണ്. നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 80 into 5/18 ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ്? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, ദെൻ അതർ വാല്യൂസ് ഒക്കെ നമ്മൾ എന്താണ് IS റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ എടുക്കുക. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. സോ സൊല്യൂഷനിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് V എന്ന് പറയുന്നത്. സോ V നമ്മൾ T വാല്യൂ എടുക്കുന്ന എത്രയാണ്? T വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. T is equal to 2.5 seconds. സോ റിയാക്ഷൻ ടൈം നമ്മൾ എടുക്കുന്നത് 2.5 seconds എടുക്കുന്നു. ദെൻ എഫിന്റെ വാല്യൂ നമ്മൾ ഇവിടെ എടുക്കുന്നത് എത്രയാണ്? F is equal to 0.35. ഓക്കെ, ടിയുടെ വാല്യൂ എടുക്കുന്നത് 2.5 seconds, എഫിന്റെ വാല്യൂ 0.35 ആണ് എടുക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ദെൻ റിയാക്ഷൻ ടൈമും എടുക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? വിയുടെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 80 km/h ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ 80 km/h എന്താണ്? മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണം. സോ V is equal to 80 into 5/18 അല്ലെങ്കിൽ 80 divided by 18 divided by 5 that is 80 divided by 3.6 that is equal to എത്രയായിരിക്കും വാല്യൂ കിട്ടുന്നത്? 22.2 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും വിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആണ്. സോ ഡിസെൻഡിങ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? -n% ആണ്. -n%. സോ എന്നിന്റെ വാല്യൂ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? 2 ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? -2% എന്ന് എടുക്കുക. ഓക്കെ, -2% എന്ന് എടുക്കുക. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു -0.02 ആയിരിക്കും. ഓക്കെ,
സോ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ -0.02 ആയിരിക്കും. ദെൻ ജിയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത് എന്താണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ അത് നമ്മൾ ഏത് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഒന്ന് സ്ലോപ്പ് ഉള്ള കേസിലും സ്ലോപ്പ് ഇല്ലാത്ത കേസിലും. ഓക്കെ, സ്ലോപ്പ് ഇല്ലാത്ത കേസിലാണ് നമ്മൾ പഠിച്ചത് SST = VT + V² / 2GF എന്നുള്ളൊരു ഇക്വേഷൻ. സോ സ്ലോപ്പ് ഉള്ള കേസിൽ നമ്മൾ എന്താണ് പറയുന്നത്? സ്ലോപ്പ് ഉള്ള കേസിൽ അനദർ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് SSD = VT plus സ്ലോപ്പിന്റെയും കൂടെ ടേം വരുന്ന ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് VT + V² / 2G into F ± n%. That is SSD = V into T plus V² / 2G. Fന്റെ അവിടെ എന്ത് വരും? F ± n% എന്ന് വരും. ഓക്കെ, ഉള്ളി ചേഞ്ചസ് എവിടെ മാത്രമാണ്? F ± n%. ആ ഒരു പോർഷനിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആ ഒരു സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് SSD = VT + V² / 2G F ± n%. ഓക്കെ, ദെൻ ഈ കേസിൽ നമ്മൾ പറഞ്ഞു ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആണ്. സോ നെഗറ്റീവ് സൈൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ ± മൈനസ് സൈൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, പോസിറ്റീവ് സൈൻ്റെ ചെയ്യേണ്ട, നെഗറ്റീവ് സൈൻ്റെ മാത്രം, ഓക്കെ, മൈനസ് ഇട്ടുള്ള ടേം മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് = VT + V² / 2G into F - n% മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുവാണ്. നമുക്ക് വിയുടെ ടേം നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ കണ്ടുപിടിച്ചു. That is equal to 22.2 meter per second. Okay, 22.2 meter per second ആണ് നമുക്ക് കിട്ടിയത്. Okay, so 22.2 into 2.5. Okay, into 2.5 plus 22.2 whole square divided by 2 into ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 into എഫിന്റെ വാല്യൂ എത്രയാണ്? 0.35 മൈനസ് ഗ്രേഡിയന്റ് എത്രയാണ്? -0.02. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? 131.7 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ 131.7 മീറ്റർ എന്നാണ് നമുക്ക് അതിന്റെ SSDയുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. സോ നമ്മൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 132 മീറ്റർ എന്ന് എടുത്തു. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഈ പ്രോബ്ലത്തിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടിയതാണ് 132 മീറ്റർ എന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് overtaking side distance. Okay, next topic ആണ് overtaking side distance. Okay, minimum distance opens to the vision of the driver of a vehicle intending to overtake the slow vehicle ahead safely against the traffic in the opposite direction. So overtaking distance എന്ന് വെച്ചാൽ എന്താണ്? So minimum distance. So overtaking distance എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ പോയിരിക്കുന്ന വെഹിക്കിള് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മിനിമം ഡിസ്റ്റൻസിന്. സോ ദ മിനിമം ഡിസ്റ്റൻസ് ഓപ്പൺസ് ടു ദ വിഷൻ ഓഫ് ദ ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ ഇന്റൻഡിങ് ടു ഓവർടേക്ക് the slow vehicle ahead safely against the traffic in the opposite direction. So opposite directionൽ നിന്നൊരു വെഹിക്കിൾ വരുന്നുണ്ടായിരിക്കും. സോ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ദെൻ ഈ ഫ്രണ്ടിലുള്ള വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാറ് ഈ ഒരു ഫ്രണ്ടിലുള്ള വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മിനിമം ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സോ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് പറയാം. ഓക്കെ, ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ OSDR. ഓക്കെ, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ദറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഒരു ഫിഗർ കാണുവാണെങ്കിൽ ഇതിൽ ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഫസ്റ്റ് വൺ ആയിരിക്കും ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതായിരിക്കും ഓവർടേക്കൺ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് ഏത് വെഹിക്കിളിനാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്? ഓക്കെ, ദാറ്റ് ഈസ് ഓവർടേക്കിംഗ് വെഹിക്കിൾ. ദെൻ ഓവർടേക്കൺ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണുന്ന ഈ സെക്കൻഡ് വെഹിക്കിളിനെ ആയിരിക്കും. ഇത് A ആൻഡ് B ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് വെഹിക്കിളും B എന്ന് പറയുന്നത് എന്താണ്? ഓവർടേക്കൺ വെഹിക്കിളും ആണ്. ഓക്കെ, ദെൻ വെലോസിറ്റീസ് ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ, overtaken vehicle and of the vehicle coming in the
ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ OSD ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്? ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ, വെലോസിറ്റി ഓഫ് ദ ഓവർടേക്കൺ വെഹിക്കിൾ ആൻഡ് ദ വെഹിക്കിൾസ് വിച്ച് ഈസ് കമ്മിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ ഓവർടേക്കിംഗ് വെഹിക്കിളിന്റെ, ഓവർടേക്കൺ വെഹിക്കിളിന്റെ, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിളിന്റെ വെലോസിറ്റീസ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ സ്പേസിംഗ് between the vehicles which in turn depends on the speed. Okay, so the spacing between the vehicles. So ഈ ഓവർടേക്കിംഗ് വെഹിക്കിളും ഓവർടേക്കൺ വെഹിക്കിളും തമ്മിലുള്ള സ്പേസിങ്, ദെൻ അതുപോലെ എന്താണ് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം, സ്പേസിങ്സ് കൺസിഡർ ചെയ്യണം, വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ സ്പീഡ്. അതിന്റെ ഓരോന്നിന്റെ സ്പീഡിനനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. ദെൻ സ്കിൽ ആൻഡ് റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. ഓക്കെ, സോ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ എന്താണ് അവിടുത്തെ റിയാക്ഷൻ ടൈം. സോ ഓവർടേക്ക് ചെയ്യണം എന്നൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആ ഒരു ടൈം, റിയാക്ഷൻ ടൈം. ഓക്കെ, സോ ദ സ്കിൽ ആൻഡ് ദ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. ദെൻ റേറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ, റേറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ. സോ ഓവർടേക്കിംഗ് വെഹിക്കിളിന്റെ റേറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് ഓവർടേക്കിംഗ് വെഹിക്കിൾ, ദെൻ ഗ്രേഡിയന്റ് ഓഫ് ദ റോഡ്. ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും എന്താ ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് നിൽക്കുന്നത്. സോ ഓവർടേക്കിംഗ് ഡിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. വെലോസിറ്റി ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ, വെലോസിറ്റി ഓഫ് ദ ഓവർടേക്കൺ വെഹിക്കിൾ ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ വിച്ച് ഈസ് കമ്മിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നതാണ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ വെഹിക്കിൾസ്, സ്പേസിംഗ് ബിറ്റ്വീൻ ദ വെഹിക്കിൾസ് വിച്ച് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്കിൽ ആൻഡ് റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ, ദെൻ റേറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് ഗ്രേഡിയന്റ് ഓഫ് ദ റോഡ്. ഓക്കെ, സോ ഇത്രയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സോ നമ്മളിപ്പോ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. സോ ഇതിനെ നമ്മൾ A1 ആയിട്ട്, സോ ഇതിനെ നമ്മൾ A1 ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ ഇത് A2, ദെൻ ഇത് B1, ഇത് B2, ദെൻ ഓക്കെ B1 B2, ദെൻ ഇത് A3, ദെൻ ഇതിനെ നമ്മൾ C1 C2 ആയിട്ട്, സോറി ഓക്കെ, ഇതിനെ നമ്മൾ C1 ഇതിനെ C2 ആയിട്ട് കൺസിഡർ ചെയ്തു നോക്കിയാൽ. ഓക്കെ, സോ A1 എന്ന് പറയുന്നത് ഒരു വെഹിക്കിള്, ദെൻ B1 എന്ന് പറയുന്നത് വേറൊരു വെഹിക്കിള്, ദെൻ C1 എന്ന് പറഞ്ഞാൽ വേറൊരു വെഹിക്കിള്. സോ അതിന്റെ ഓരോ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് A2 A3 ദെൻ B2 C2 ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, സോ A B C എന്ന വെഹിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് A1 A2 A3 ദെൻ B1 B2 C1 C2 എന്നൊക്കെ കാണിക്കുന്നത്. സോ നമ്മൾ നോക്കുവാണ്. സോ നമ്മൾ ഫസ്റ്റ് വെഹിക്കിൾ എടുത്തു, ദാറ്റ് ഈസ് A1. ഓക്കെ, A1 വെഹിക്കിൾ. സോ A1 വെഹിക്കിൾ എടുത്തു കഴിയുമ്പോൾ എന്താണ് ഇതിന്റെ ഫ്രണ്ടിൽ പോകുന്ന B1 എന്ന വെഹിക്കിളിന് സ്പീഡ് കുറവാണ്. ഓക്കെ, സ്പീഡ് കുറവാണ്. സോ നമുക്ക് അതിന് ഓവർടേക്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ D1 എന്ന ഡിസ്റ്റൻസിൽ എത്തും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ D1 എന്നൊരു ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ എത്തും. ഓക്കെ, ഇതാണ് D1. സോ D1 എന്നൊരു ഡിസ്റ്റൻസ് വരെ എത്തും. ആ D1 ഡിസ്റ്റൻസ് കഴിയുമ്പോഴാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ D1 ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഓവർടേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു D1 വെഹിക്കിളിന്റെ അതേ വെലോസിറ്റി അക്യൂർ ചെയ്യണം. എന്ത് A2 വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ B1 വെഹിക്കിളിന്റെ സെയിം വെലോസിറ്റി തന്നെ എന്താ A2 വെഹിക്കിളിന് അക്യൂർ ചെയ്താൽ മാത്രമാണ് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതൽ വെലോസിറ്റിയിൽ മാത്രമാണ് ദെൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ സോ ദ ഓവർടേക്ക് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്, സോ ദാറ്റ് ഈസ് D2. ഓക്കെ, സോ ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് D2. സോ ഇത്രയും ഡിസ്റ്റൻസ് ഈ D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? D2 ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ദിസ് S. സോ ഈ ഒരു പോർഷൻ ദാറ്റ് ഈസ് A2 ടു B1 വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് S എന്ന് പറയുന്നത്. ദെൻ B1 B2 പൊസിഷനിൽ എത്താൻ വേണ്ടി എടുക്കുന്ന ഒരു ഡിസ്റ്റൻസിനെയാണ് B എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദിസ് ഡിസ്റ്റൻസ് B2 ടു A3 ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് S. സോ D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? D2 ഈസ് ഈക്വൽ ടു X പ്ലസ് B പ്ലസ് X എന്നായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2X പ്ലസ് B എന്നായിരിക്കും. ഓക്കെ, സോ 2X പ്ലസ് B. ഓക്കെ, D1 എന്ന് പറയുന്നത് V ഇൻറ്റു T ആയിരിക്കും. ഓക്കെ, D1 ഈസ് ഈക്വൽ V ഇൻറ്റു T. D2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2X പ്ലസ് B. ദെൻ D3 എന്ന് പറയുന്നത് എന്തായിരിക്കും?
ദെൻ D3 എന്ന് പറഞ്ഞ ഈ ഒരു ലെങ്തിനെ ആയിരിക്കും നമ്മൾ D3 എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ V ഇൻറ്റു T വരും, ക്യാപിറ്റൽ T. ഓക്കെ, സോ D1 is the distance traveled by the overtaking vehicle A during the reaction time. Okay, overtaking vehicle, that is ഇതാണ് നമ്മുടെ ഓവർടേക്കിംഗ് വെഹിക്കിൾ. എ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഓവർടേക്കിംഗ് വെഹിക്കിൾ, ബി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഓവർടേക്കൺ വെഹിക്കിൾ. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വെഹിക്കിളിനെ കാണിച്ചിരിക്കുന്നതാണ് സി എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ D1 എന്ന് പറയുന്നത് എന്തായിരിക്കും? is the distance traveled by the overtaking vehicle A during the reaction time. റിയാക്ഷൻ ടൈമിൽ ഓവർടേക്കിംഗ് വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് D1 എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇനിഷ്യൽ പോർഷൻ കാണിച്ചിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇനിഷ്യൽ പോർഷൻ കാണിച്ചിരിക്കുന്നത് ആ ഇതിനെയാണ് D1 എന്ന് പറയുന്നത്. അതായത് റിയാക്ഷൻ ടൈമിൽ എന്തിനും ഡിസ്റ്റൻസ് ആ ഓവർടേക്കിംഗ് വെഹിക്കിൾ ട്രാവൽ ചെയ്തു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? D1 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ ഡ്യൂറിംഗ് ദ ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. ഓക്കെ, സോ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ എന്തൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്തൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? D2 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? S പ്ലസ് B പ്ലസ് S ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2S പ്ലസ് B. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം 2S പ്ലസ് B. ദെൻ നെക്സ്റ്റ് D3 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓൺ കമ്മിങ് വെഹിക്കിൾ സി ഡ്യൂറിംഗ് ദ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. സോ ഈ ഓവർടേക്കിംഗ് നടക്കുന്ന ആ ടൈമിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? D3 എന്ന് പറയുന്നത്. ഓക്കെ, D3 എന്ന് പറയുന്നത്. ഓക്കെ, സോ D1 എന്ന് പറയുന്നാൽ is the distance traveled by the overtaking vehicle during the reaction time. Okay, then D2 എന്ന് പറയുന്നത് is the distance traveled by the vehicle during the actual overtaking operation. Overtaking operation ഫസ്റ്റ് റിയാക്ഷൻ ടൈമിന്റെ ഇതിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ദെൻ ഓവർടേക്കിംഗ് ഓപ്പറേഷനിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ദെൻ D3 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഓവർടേക്കിംഗിന്റെ ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് D3. സോ OSD എന്ന് പറഞ്ഞാൽ OSD എന്ന് പറഞ്ഞാൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? D1 പ്ലസ് D2 പ്ലസ് D3. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ, D1 പ്ലസ് D2 പ്ലസ് D3. ദെൻ D1 എന്ന് പറയുന്നത് എന്താണ്? VB ഇൻറ്റു T. ഓക്കെ, VB ഇൻറ്റു T ആണ്. VB എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ദ ദിസ് ഓവർടേക്കൺ വെഹിക്കിൾ. ഓവർടേക്കൺ വെഹിക്കിളിന്റെ സ്പീഡിനെയാണ് VB എന്ന് പറയുന്നത്. സോ ആ സെയിം സ്പീഡ് ആയിരിക്കും, ദാറ്റ് ഈസ് എയ്ക്കും. ഓക്കെ, സോ ഈ B എന്ന വെഹിക്കിളിന്റെ സ്പീഡ് എയ്ക്ക് അക്യൂർ ചെയ്താൽ മാത്രമാണ് ഓവർടേക്കിംഗ് നടക്കുകയുള്ളൂ. ഓക്കെ, സോ VB എന്ന് പറയുന്നത് ഓവർടേക്കൺ വെഹിക്കിളിന്റെ സ്പീഡാണ്, അത് തന്നെയായിരിക്കും ഓവർടേക്കിംഗ് വെഹിക്കിളിന്റെ സ്പീഡും. ഓക്കെ, ദാറ്റ് ഈസ് VB. ദെൻ നെക്സ്റ്റ് ദാറ്റ് ഈസ് T എന്ന് പറഞ്ഞ റിയാക്ഷൻ ടൈം. ഓക്കെ, സോ D1 എന്ന് പറയുന്നത് എന്തായിരിക്കും? D1 ഈസ് ഈക്വൽ ടു VB ഇൻറ്റു T ആയിരിക്കും. ദെൻ എസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, എക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ S ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു VB പ്ലസ് 6. ഓക്കെ, ലെറ്റ് T ബി ദ ഡ്യൂറേഷൻ ഓഫ് ആക്ച്വൽ ഓവർടേക്കിംഗ്. ഓക്കെ, സോ T ബി ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ച്വൽ ഓവർടേക്കിംഗ് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ B ഡ്യൂറിംഗ് ദ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ ഈസ്. സോ T എന്ന് പറഞ്ഞാൽ ഓവർടേക്കിംഗിന്റെ ടൈമിലുള്ള ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ T ആയിട്ട് എടുക്കുവാണെങ്കിൽ, ക്യാപിറ്റൽ T ആയിട്ട് എടുക്കുവാണെങ്കിൽ, the distance traveled by B during the overtaking operation. So overtaking operationൽ ഈ B എന്ന വെഹിക്കിൾ ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2S പ്ലസ് VB ഇൻറ്റു T. ഓക്കെ, 2S പ്ലസ് VB ഇൻറ്റു T. ഓക്കെ, then also during this time vehicle A accelerated from initial velocity VB and overtaking is completed by the reaching final velocity V. Hence the distance traveled is given by D2 is equal to VB into T plus half AT square. Okay, so VBT is equal to നമുക്കറിയാം X is equal to UT plus half AT square എന്നറിയാം. ഓക്കെ, സോ അത് വെച്ചിട്ട് എന്താണ്? ദാറ്റ് ഈസ് D2 is equal to ഇവിടെ VB ആണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് വെഹിക്കിൾ ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, VB ഇൻറ്റു T എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഓവർടേക്കിന്റെ ടൈമിലുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്, പ്ലസ് ഹാഫ് ഇൻറ്റു A ഇൻറ്റു T സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു D2ന്റെ വാല്യൂ എത്രയാണ്? D2ന്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് D2 is equal to
dt is equal to 2x plus b എന്നാണ്. ഓക്കെ 2x plus b ആണ്. ഓക്കെ d2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ സോ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 2x plus b. സോ ഈ 2x plus b. ഓക്കെ 2x plus b. b എന്ന് പറയുന്നത് എന്താണ്? vb into ക്യാപിറ്റൽ T ആണ്. ഓക്കെ ദെൻ അതിനെ നമ്മൾ vb t plus half at square ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ദെൻ ദാറ്റ് ഈസ് ഇതിൽ നിന്ന് vb t ദെൻ ഇവിടെ നിന്ന് vb t രണ്ട് സൈഡിൽ നിന്ന് vb t ക്യാൻസൽ ആയി. ഓക്കെ ദെൻ ദാറ്റ് ഈസ് 2s is equal to half at square എന്ന് വന്നു. ദെൻ അതിൻ്റെ അകത്തുനിന്ന് ക്യാപിറ്റൽ ടിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ സോ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4x by a എന്ന് കിട്ടും. ഓക്കെ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4x by a എന്ന് കിട്ടും. ഓക്കെ ദെൻ നമ്മൾ ഈ ടിയുടെ വാല്യൂ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? d2ന്റെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ സോ നമുക്ക് d2ന്റെ ഇക്വേഷൻ നമുക്കറിയാം. d2 ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് b ആണെന്ന് നമുക്കറിയാം. സോ ഈ ബിയുടെ വാല്യൂ എന്താണ്? 2x പ്ലസ് vb ഇൻറ്റു ക്യാപിറ്റൽ ടി ആണെന്ന് നമുക്കറിയാം. ഓക്കെ സോ ഈ ക്യാപിറ്റൽ ടീനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ക്യാപിറ്റൽ ടിയുടെ വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ ദാറ്റ് ഈസ് 2x പ്ലസ് vb ഇൻറ്റു റൂട്ട് ഓഫ് 4x by a എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ d2. ഓക്കെ d2ന്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് d2 ഈസ് ഈക്വൽ ടു 2x പ്ലസ് vb ഇൻറ്റു റൂട്ട് 4x ഡിവൈഡഡ് ബൈ a. സോ നമുക്ക് ആദ്യം d1ന്റെ ഇക്വേഷൻ അറിയാം vb ഇൻറ്റു t. ദെൻ d2ന്റെ ഇക്വേഷൻ കിട്ടി 2x പ്ലസ് vb റൂട്ട് 4x ഡിവൈഡഡ് ബൈ a. ദെൻ d3യുടെ ഇക്വേഷൻ എന്താണ്? v ഇൻറ്റു ക്യാപിറ്റൽ ടി. ഓക്കെ v ഇൻറ്റു ക്യാപിറ്റൽ ടി. സോ ഇതെല്ലാം കൂടെ നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? OSD. ദാറ്റ് ഈസ് OSD ഈസ് ഈക്വൽ ടു d1 പ്ലസ് d2 പ്ലസ് d3 ആണെന്ന് നമുക്കറിയാം. സോ d1ന്റെ വാല്യൂ എന്താണ്? vb ഇൻറ്റു സ്മോൾ ടി ആണ്. പ്ലസ് d2ന്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 2x പ്ലസ് vb ഇൻറ്റു ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടിയുടെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് 4x ഡിവൈഡ് ബൈ a ആണ്. ദെൻ പ്ലസ് d3യുടെ വാല്യൂ എത്രയാണ്? v ഇൻറ്റു ക്യാപിറ്റൽ ടി. ഓക്കെ സോ അതാണ് അതിന്റെ ഫൈനൽ ആൻസർ. സോ OSD. സോ ഫൈനൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു vbt പ്ലസ് 2s പ്ലസ് vb ഇൻറ്റു റൂട്ട് ഓഫ് 4s divided by a plus v into capital T. Okay. Then on dividing the highways, d3 need not be considered. Okay. So നമ്മൾ d3 consider ചെയ്യുന്നില്ല. Then on divided highways with 4 or more lanes, IRC suggests that it is not necessary to provide the OSD but only SSD is sufficient. Okay. So the on dividing highways with 4 or more lanes. Okay. 4 കൂടുതൽ ലെയിൻസ് ഉള്ള കേസിൽ നമ്മൾ ഒള്ളി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആ ഒരു കേസിൽ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പറയുന്നതാണ് ഓവർടേക്കിംഗ് സോൺ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓവർടേക്കിംഗ് സോൺ. ഓക്കെ സോ ദ ഓവർടേക്കിംഗ് സോൺസ് ആർ provided when overtaking side distance cannot be provided throughout the length of the highway. Okay, and these are the zones dedicated for the overtaking operation marked with the wide roads. Okay, so overtaking zones എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പോർഷൻസിൽ മാത്രം ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ചില സോൺസ് പ്രൊവൈഡ് ചെയ്യും, ചില ഏരിയാസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ സോ റോഡിലെ ചില പോർഷൻസ് മാത്രം ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ചില പോർഷൻസ് കൊടുക്കും. സോ അവിടെ വെച്ച് മാത്രം നമുക്ക് ഓവർടേക്കിംഗ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ അങ്ങനെയുള്ള സോൺസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർടേക്കിംഗ് സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ സോ ഓവർടേക്കിംഗ് സോൺസ് ആർ പ്രൊവൈഡഡ് when overtaking side distance cannot be provided throughout the length of highway. Okay so എന്താണ് സൈസ് കുറവുള്ള റോഡൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയാസിൽ ഓവർടേക്കിംഗ് ഒന്നും നടത്താൻ പറ്റാത്ത കേസിൽ സോ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഓവർടേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രത്യേക ഒരു സോൺസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അതിനെയാണ് ഓവർടേക്കിംഗ് സോൺസ് എന്ന് പറയുന്നത്. ദെൻ ദീസ് ആർ ദ സോൺസ് ഡെഡിക്കേറ്റഡ് ഫോർ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. ഓവർടേക്കിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള സോൺസ് ആണ്. ദെൻ മാർക്ക്ഡ് വിത്ത് വൈഡ് റോഡ്സ്. സോ വിഡ്ത്ത് ഓഫ് റോഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ ദെൻ ഡിസൈറബിൾ ലെങ്ത് ഓഫ് ദ ഓവർടേക്കിംഗ് സോൺ ഈസ് ഈക്വൽ ടു 5 into OSD. ഓക്കെ സോ ദ ഡിസൈറബിൾ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ, ഓവർടേക്കിംഗ് സോണിലെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 5 into ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ദെൻ മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 into OSD ആയിരിക്കും. ഓക്കെ സോ ദ ഡിസൈറബിൾ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറഞ്ഞാൽ 5 into OSD and the minimum length of overtaking zone എന്ന് പറയുന്നത് 3 into OSD ആയിരിക്കും. ഓക്കെ സോ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ
സോ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് സെക്ഷൻ SP എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എന്താണ്? സൈൻ പോസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സൈൻ പോസ്റ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഓവർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സൈൻ ബോർഡ് കാണിച്ചിരിക്കുന്നതാണ് SP1 എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ SP2 എന്ന് പറഞ്ഞിരുന്ന കാണിച്ചിരിക്കുന്നത് എന്താണ്? ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് തീർന്നു, അതായത് ഓവർടേക്കിംഗ് ഏരിയ കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് സൈൻ പോസ്റ്റ് 2. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്ന SP1 SP2. സോ നെക്സ്റ്റ് ഡയറക്ഷൻ എടുത്ത് കഴിയുവാണെങ്കിൽ എന്താണ്? ഇവിടെയാണ് SP1 ദാറ്റ് ഈസ് ഓവർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത്. ദെൻ ഓവർടേക്കിംഗ് എൻഡ് ചെയ്തു എന്ന് ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് ഓവർടേക്കിംഗ് സോൺ എൻഡ് ചെയ്തു എന്ന് കാണിക്കുന്ന സൈൻ ബോർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? OSD എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പോർഷൻ കാണിച്ചിരിക്കുന്ന OSD. ദെൻ ഇതും OSD ആണ് കാണിക്കുന്നത്, OSD. ദെൻ ഇവിടെ കാണിച്ചിരിക്കുന്ന OSD എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത്രയും പോർഷനാണ് OSD ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാണിക്കുന്നത്. ദെൻ ഇവിടെ OSD ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാണിക്കുന്ന ഇത്രയും ഒരു ഏരിയ. ഓക്കെ, സോ ദ ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഏരിയനെ ആയിരിക്കും ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയനെ ആയിരിക്കും ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ റോഡിന്റെ വിഡ്ത്ത് കുറവാണ് ഈ ഒരു ഏരിയയിൽ. സോ ഇവിടെ ഓവർടേക്കിംഗ് പോസിബിൾ അല്ല. സോ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത്ത് ഓഫ് റോഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ഇതിനെയാണ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വെഹിക്കിൾസ് ഇപ്പം 2 വെഹിക്കിൾസ് മൂവ് ചെയ്യുവാണെങ്കിൽ സോ നമുക്ക് ഈ ഒരു കേസിൽ എന്താണ് നമുക്ക് ഓവർടേക്കിംഗ് പോസിബിൾ ആണ്. സോ ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് ഓവർടേക്കിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ഇവിടം വരെ ഓവർടേക്കിംഗ് പോസിബിൾ ആണ്. ദെൻ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നോക്കി, ദെൻ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നോക്കി, ഇനി അടുത്താണ് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് at stretches where OSD cannot be provided to give limited overtaking opportunity to fast vehicle. Okay, so intermediate side distance എന്ന് പറഞ്ഞാൽ എന്താണ്? is provided at stretches where the OSD cannot be provided to give limiting overtaking opportunity to further fast vehicle. So OSD പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് at stretches where OSD cannot be provided to give the limiting overtaking opportunities to fast vehicle. Then ISD intermediate side distance നമ്മൾ എത്രയാണ് എടുക്കുന്നത്? That is equal to 2 into stopping side distance. So ISD is equal to 2 into stopping side distance. Okay.